എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്ന് അല്പം മാറി പുക്കാട്ടുപടിക്കടുത്തായി കിഴക്കമ്പലം 2020 പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ബസ് സ്റ്റോപ്പിൽ നിന്നും 400 മീറ്റർ മാത്രം അകലെയായി നിൽക്കുന്ന വിലക്കുറവിൽ ലഭിക്കാവുന്ന ഒരു 4 ബെഡ്റൂം വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത്. 2018ലെയും 19ലെയും പ്രളയം ബാധിക്കാത്ത ഒരു ഏരിയ കൂടിയാണ്. നല്ല ബോക്സി ടൈപ്പിലാണ് വീടിൻ്റെ എലിവേഷൻ. ഫ്രണ്ടിലായി ടെക്സ്റ്റർ വർക്കുകളും LED ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഇവിടെ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 9 കിലോമീറ്ററും രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 4 കിലോമീറ്ററും ചാർട്ടർ ഇന്റർനാഷണൽ സ്കൂളിലേക്ക് 500 മീറ്ററും ദൂരത്തായാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. 4 മീറ്ററോളം വീതി വരുന്ന പഞ്ചായത്ത് റോഡാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മനോഹരമായ ചുറ്റുമതിൽ, അതിൽ സ്പോട്ട് ലൈറ്റുകളെല്ലാം കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് ഫ്രണ്ട് ഏരിയ നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ 2 ഭിത്തിയിലും ഗേറ്റ് ലൈറ്റും സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന വിശാലമായ ഒരു ഗേറ്റെല്ലാം ഫ്രണ്ടിലായി നിർമ്മിച്ചിട്ടുണ്ട്. ഗേറ്റ് തുറന്ന് നേരെ വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ 2 വണ്ടിയോളം പാർക്ക് ചെയ്യാവുന്ന ഒരു മുറ്റം വീടിൻ്റെ ഫ്രണ്ടിലായി ലഭിക്കുന്നുണ്ട്. ഇന്റർലോക്ക് കട്ടകളാണ് ഇവിടെ വിരിച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ല മനോഹരമായി നിർമ്മിച്ചിട്ടുള്ള ഒരു വീട് തന്നെയാണ്. ഈ ഒരു വീട് പർച്ചേസ് ചെയ്യുവാനും ഇതുപോലുള്ള ഒരു വീട് നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് പണിയുന്നതിനും നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി സെയിലിനുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. ഈ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. വർഷത്തിൽ സുലഭമായി കിണർ വെള്ളം ലഭിക്കുന്ന ഒരു ഏരിയ കൂടിയാണ്. കൂടാതെ പൈപ്പ് കണക്ഷനും ലഭ്യമാണ്. കിണറിൻ്റെ സ്ഥാനം വരുന്നത് വടക്ക് കിഴക്കേ മൂലയിലാണ്. അവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. 100% വാസ്തുശാസ്ത്രപ്രകാരം നിർമ്മിച്ചിട്ടുള്ള ഈ വീടിൻ്റെ ഡയറക്ഷൻ വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ്. വെസ്റ്റ് ഭാഗത്തേക്ക് ഡയറക്ഷനോടുകൂടി വരുന്ന വീടിൻ്റെ ഫ്രണ്ടിലായി ചെറിയൊരു സിറ്റൗട്ട് കാണാം. ഫ്രണ്ട് ഡോർ നിർമ്മിച്ചിട്ടുള്ളത് തേക്കിലാണ്. തേക്കും ആഞ്ഞിലിയും മഹാഗണിയുമാണ് ഇവിടെ മരങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുള്ളത്. ഡോർ തുറന്ന് കയറി വരുന്നത് വിശാലമായ ഒരു ലിവിംഗ് ഹാളിലേക്കാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ലിവിംഗ് ഹാൾ ഇവിടെ ലഭിക്കുന്നുണ്ട്. സീലിംഗ് വർക്കുകളും കോബിൾ ലൈറ്റുകളെല്ലാം കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് ഇവിടെ ഇന്റീരിയർ വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത്. 2 ഭിത്തിയിലും വലിപ്പമുള്ള വിൻഡോകൾ കാണാം. സ്റ്റീലിൻ്റെ റാഡാണ് കമ്പികൾക്കായി ഉപയോഗിച്ചിട്ടുള്ളത്. നേരെ കാണുന്ന ഭിത്തിയിൽ TV യൂണിറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെയായി വെട്രിഫൈഡ് ടൈലുകൾ ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നും ഇനി നമുക്ക് നേരെ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കാം. ഡൈനിങ് ഹാൾ വരുന്നത് ഈ ഒരു ഭാഗത്തായാണ്. 8 സീറ്ററോ 10 സീറ്ററോ വരുന്ന വലിപ്പമുള്ള ഒരു ടേബിൾ ഇടാവുന്ന ഒരു സ്പേസ് ഈ കാണുന്ന ഡൈനിങ് ഹാളിൽ ലഭിക്കുന്നുണ്ട്. അത്യാവശ്യം മനോഹരമായ ഒരു ഡൈനിങ് ഹാൾ ഏരിയ തന്നെയാണ്. ഒരു ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൻ്റെ നിർമ്മാണം. അത്യാവശ്യം ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും ഹാങ്ങിങ് ലൈറ്റുകളെല്ലാം കൊടുത്ത് നല്ല ഭംഗിയോടുകൂടി തന്നെയാണ് ആ ഒരു ഓപ്പൺ ഏരിയ നിർമ്മിച്ചിട്ടുള്ളത്. കിച്ചൻ്റെ ഭാഗത്തേക്ക് പോകുന്നത് നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിലുള്ള കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. അടുപ്പ് കത്തിക്കുന്നതിൻ്റെ ഡയറക്ഷൻ വരുന്നത് കിഴക്കോട്ട് തന്നെയാണ്. അത്യാവശ്യം ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷനാണ് കിച്ചണിലായി ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ഒരു കിച്ചൺ കൂടാതെ നമുക്ക് പുറത്തായി നല്ലൊരു വർക്ക് ഏരിയ സ്പേസ് ലഭിക്കുന്നുണ്ട്. അതിൻ്റെ വർക്കുകളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ ബെഡ്റൂമുകളിലേക്ക് വരാം. ഗ്രൗണ്ട് ഫ്ലോറിലായി 2 ബെഡ്റൂമാണ് വരുന്നത്. ഇവിടെയായി ഏകദേശം ഒരു 140 സ്ക്വയർ ഫീറ്റോളം വരുന്ന വിശാലമായ ഒരു ബെഡ്റൂം നമുക്ക് കാണാം. നല്ല രീതിയിലുള്ള കബോർഡ് വർക്കും സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുള്ള ബെഡ്റൂമിൻ്റെ 2 ഭിത്തിയിലും വലിപ്പമുള്ള ജനലുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ബാത്റൂം തന്നെയാണ്. ഈ വീടിൻ്റെ പെയിൻറ്റും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഈ ഒരു ബാത്റൂമിൽ വെച്ചിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് മനസ്സിലാവാത്തത്. ഇതിന് കൺസീൽഡോട് കൂടി വരുന്ന ഫ്ലഷ് ടാങ്കും ക്ലോസറ്റും കൊടുത്തിട്ടുണ്ട്. സെറ ബ്രാൻഡ് തന്നെയാണ് അവിടെയെല്ലാം ഉപയോഗിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായാണ്. ഇതും അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. ഇതിനും കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് നല്ല മനോഹരമാക്കി തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാം വരുന്നുണ്ട്. ഇവിടെയാണ് കബോർഡ് വരുന്നത്. ഇവിടെയും കൺസീൽഡോടുകൂടി തന്നെയാണ് ഫ്ലഷ് ടാങ്കും ക്ലോസറ്റ് എല്ലാം കൊടുത്ത് നല്ല ഭംഗിയിൽ തന്നെയാണ് ബാത്റൂമുകളുടെ നിർമ്മാണം. ഇനി നമുക്ക് ഹാളിലേക്ക് തന്നെ തിരിച്ചു വരാം. 1ാമത്തെ നിലയിലേക്കാണ് ഇനി പോവേണ്ടത്. ഇവിടെയാണ് വാഷ് കൗണ്ടർ വരേണ്ടത്. അതിൻ്റെ ചെറിയ വർക്ക് മാത്രമേ പെൻഡിങ് ഉള്ളൂ. താഴെയായി സ്റ്റെയറിൻ്റെ താഴെയായി ഇൻവെർട്ടർ വെക്കാവുന്ന പ്രൊവിഷനും കൊടുത്തിട്ടുണ്ട്. സ്ക്വയർ ട്യൂബിൻ്റെ ഹാൻഡ് റെയിലും സ്റ്റെയറിൻ്റെ ഫ്ലോറിങ്ങിന് ഗ്രാനൈറ്റും ഉപയോഗിച്ചിരിക്കുന്നു. ഇനി നമുക്ക് സ്റ്റെപ്പ് കയറി 1ാമത്തെ നിലയിലേക്ക് ചെല്ലാം. സ്റ്റെപ്പ് കയറി വരുന്നത് അത്യാവശ്യം വിശാലമായ ഒരു ഹാളിലേക്കാണ്. മുകളിലെ നിലയിൽ 2 ബെഡ്റൂമും ബാൽക്കണിയും യൂട്ടിലിറ്റി ഏരിയയുമാണ് നമുക്ക് ലഭ്യമാവുന്നത്. മുകളിലെ നിലയിലെ ഹോള് അത്യാവശ്യം വലിപ്പമുള്ള ഹോള് തന്നെയാണ്. ഇവിടെയും നല്ലൊരു TV യൂണിറ്റ് സ്പേസ് ലഭിക്കുന്നുണ്ട്. നല്ലൊരു കോർണർ സെറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇരുന്ന് TV കാണാം. മുകളിലെ നിലയിലും സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. 3 ഫേസ് കണക്ഷനാണ് ഇവിടെ ഇലക്ട്രിസിറ്റിക്കായി ഉപയോഗിച്ചിട്ടുള്ളത്. അത്യാവശ്യം മനോഹരമായ ഒരു വീട് തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. 4 ബെഡ്റൂമിൻ്റെ ഈ ഒരു ബഡ്ജറ്റിൽ ലഭിക്കാവുന്ന മികച്ച ഒരു വീട് തന്നെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
അങ്ങനെ മൂന്നാമത്തെ ബെഡ്റൂമിൽ ഇപ്പോൾ നിൽക്കുകയാണ്. ഇതിനും കബോർഡ് വർക്കുകളും അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാം കൊടുത്താണ് നിർമ്മാണം. ഇനി നമുക്ക് ഈ വീടിൻ്റെ നാലാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്ക് വരാം. ആ ഒരു ബെഡ്റൂം താഴെ കണ്ട ബെഡ്റൂമിൻ്റെ വലിപ്പത്തിൽ ലഭിക്കുന്ന വിശാലമായ ഒരു ബെഡ്റൂം തന്നെയാണ്. 2 ബെഡ്റൂം അത്യാവശ്യം നല്ല വലിപ്പത്തിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനും കബോർഡ് വർക്ക് കാണാം. കൂടാതെ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് നല്ല ഭംഗിയോടുകൂടി തന്നെ നിർമ്മിച്ചിട്ടുള്ള വീട് തന്നെയാണ്. ഇവിടെയാണ് ഇതിൻ്റെ ബാത്റൂം വരുന്നത്. ഇനി നമുക്ക് ബാൽക്കണിയിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കുമാണ് പോകാനുള്ളത്. അതിനു മുന്നായി വീടിൻ്റെ മറ്റുള്ള വിശദ വിവരങ്ങളിലേക്ക് കണ്ണോടിക്കാം. എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്ന് അല്പം മാറി പുക്കാട്ടുപടിക്കടുത്തായി 4 സെൻറ്റിൽ 1945 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോടുകൂടി വരുന്ന ഈ കാണുന്ന വീടിന് ചോദിക്കുന്ന റേറ്റ് 85 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. മറ്റുള്ള വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം.